തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിനാണ് ഗുരുതരമായി ആക്രമണത്തിൽ പരിക്കേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേരാണ് ആക്രമിച്ചത്. ഒരു മാസം മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയെന്ന് പോലീസ്. ഇവരുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, +2 വിദ്യാർത്ഥിക്കാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റത്. ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പോലീസ് ഇത്തരത്തിലാണ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞത്? നമുക്ക് അറിയാൻ കഴിയുന്ന അവസാനമായി ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരം തന്നെയാണ്. കാര്യങ്ങൾ കൂടുതൽ സമയത്തിന് ശേഷം മാത്രം വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. പൂവച്ചൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അസ്ലമിനാണ് കുത്തേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേരാണ് അസ്ലമിനെ ആക്രമിച്ചത്. ഇന്ന് സ്കൂളിന് അവധിയായിരുന്നു. അതിനുശേഷം ഈ പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ഈ കുട്ടികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അസ്ലമിനെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ശ്വാസകോശം തുളച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ കുട്ടിക്കെതിരെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ഒരു മാസം മുമ്പ് ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ ആക്രമണം നടന്നിരുന്നു. അതിലൊരു പക്ഷത്ത്, പ്രത്യേകിച്ച് +2 വിദ്യാർത്ഥികളുടെ പക്ഷത്ത് ശക്തമായി നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ് അസ്ലം. അന്ന് പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അന്നത്തെ ആക്രമണത്തിന്റെ ബാക്കിയാണ് ഈ സംഭവമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് അന്ന് ഈ രീതിയിൽ കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും സംഘർഷം ഉണ്ടാകുന്നു. പക്ഷെ ഇതിലൊരു കാര്യക്ഷമമായൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഈ നിലനിൽക്കുന്ന തർക്കവും സംഘർഷവും പരിഹരിക്കാനും കുട്ടികളുടെ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിനും പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിലനിന്നിരുന്ന പക, പ്രത്യേകിച്ച് ഈ അസ്ലമിനോട് ഉണ്ടായിരുന്ന ഒരു പക അത് ഈ കുട്ടികളിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ ഈ ചേരി തിരിഞ്ഞ ഏറ്റുമുട്ടുന്ന നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലുണ്ടായ ഒരു വിഷയം, ആ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് തുടർച്ചയായി പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോഴും കൃത്യമായ ഇടപെടൽ പോലീസിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു അതിക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇവിടെ 4 +1 വിദ്യാർത്ഥികൾ, അവർക്കെതിരെ എന്ത് നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞത്? കുട്ടികളുടെ വിഷയമായതുകൊണ്ട് തന്നെ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ പറ്റി കാര്യക്ഷമമായി അവർ നമുക്കൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവസാന നിമിഷം ബന്ധപ്പെട്ടപ്പോഴും അതിൽ കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു മറുപടി. അത് കുട്ടികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, 16 വയസ്സ് മാത്രമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ മാധ്യമങ്ങളോടുമായി പങ്കുവെക്കുന്നതിനൊക്കെ പോലീസ് ഒരു നിയന്ത്രണം സ്വാഭാവികമായും വെക്കും. എന്തായാലും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും. പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായി ഇടപെടുമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടുന്നുണ്ട്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.